കായിക പ്രേമികളുടെ കൂട്ടായ്മ ഗുരുസ്മരണ ലഹരിക്കെതിരെ വ്യായാമം, വിളംബര ജാഥ എന്നിവ സംഘടിപ്പിച്ചു. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച ജാഥ പ്രഭാത ജംഗ്ഷനിൽ അവസാനിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത് കുമാർ പി ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 26 നടക്കുന്ന എം കെ രാജരത്നം 13ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന റെസ്ലിംഗ് ഫിയസ്റ്റ 2025ന്റെ പ്രചരണാർത്ഥമാണ് ലഹരിക്കെതിരെ വ്യായാമം എന്ന വിളംബര ജാഥ സംഘടിപ്പിച്ചത്. സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച് പ്രഭാത ജംഗ്ഷനിൽ ജാഥ അവസാനിച്ചു. ഇന്ന് സമൂഹത്തിൽ വ്യാപിക്കുന്ന രാസലഹരിയുടെ ഉപയോഗം യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ വ്യായാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലഹരിക്കെതിരെ സമൂഹത്തിൽ ചർച്ച ചെയ്യാനും ഗുസ്തി എന്ന കായിക കലയുടെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. നിർമ്മിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള കുട്ടികളെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഇതിലൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാതലങ്ങളിൽ സ്പോർട്സ്, ജില്ലാ തലങ്ങളിൽ ഫുട്ബോൾ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നെല്ലാം തന്നെ തലമുറയ്ക്ക് വേണ്ടി സർക്കാർ. സംഘാടക സമിതി ജനറൽ കൺവീനർ സജീവൻ ചെല്ലൂർ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ തമ്പാൻ ബൊമ്മാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീജിത്ത് കൊടേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ്, സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് എം നിസാമുദ്ദീൻ, കണ്ണൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ വി എം, മെട്രോ സായനപത്രം എം ഡി മുരളി എം പി, പാലക്കാട് ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടന്റ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കവൈസ്, ജില്ലാ പ്രസിഡന്റ് ഫെറ ആർ അനിൽകുമാർ, വേണുഗുരിക്കൽ, സി കെ രാജൻ, പ്രശാന്ത്, സി എച്ച് പ്രദീപൻ, മനോജ് കുമാർ, ഗുരുസ്മരണ കൺവീനർ ഷാഹിർ പള്ളിക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു.